ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ഫെബ്രുവരി 8 ശനി 2025. പ്രധാന വാർത്തകളിലേക്ക്. ജന്മാവകാശ പൗരത്വം അനുവദിക്കുന്നത് റദ്ദാക്കിയിട്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് കോടതി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തു. ട്രംപ് ഭരണഘടനയെ മറികടക്കാൻ ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയമോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി നിയമവാഴ്ച അവഗണിക്കുകയാണെന്നും US ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കഫ്നൂർ കുറ്റപ്പെടുത്തി. US വർഷങ്ങളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും ഈ കോടതി വിധി. വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായി ആശ്രയിക്കരുതെന്നും കേന്ദ്ര സഹായം എത്രയെന്നത് അറിയാൻ ഇനിയും കാത്തിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ നവീകരിച്ച ഗുണഭോക്തൃ പട്ടികയുടെ അന്തിമ ലിസ്റ്റിന് DDMAയുടെ അംഗീകാരം. ആദ്യഘട്ട പട്ടികയിൽ 242 ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടു. ചുരൽമല വാർഡിലെ 108 പേരും അട്ടമല വാർഡിലെ 51 പേരും മുണ്ടക്കൈ വാർഡിലെ 80 പേരാണ് പട്ടികയിലുള്ളത്. മറ്റിടത്തും വീടില്ലാത്തവരെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്തിമ ലിസ്റ്റിന്മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ സമർപ്പിക്കാമെന്ന് DDMA ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ മേഘശ്രീ IAS വ്യക്തമാക്കി. കേന്ദ്ര അവഗണനയ്ക്കിടയിലും ആരോഗ്യമേഖലയുടെ പുരോഗതിക്കായാണ് സംസ്ഥാന ബജറ്റെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യമേഖലയ്ക്ക് 14,431.73 കോടി രൂപയാണ് ഇരുത്തിയത്. ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്ന പേരിൽ ഒരു വർഷം നീണ്ട ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് വരികയാണെന്നും അതിന് സഹായകരമാണ് ഈ ബജറ്റെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ മാറ്റിയതായി കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടാൽ സീനിയർ അഭിഭാഷകൻ S. ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യം കുടുംബത്തിന്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണെന്നും തങ്ങൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം മാത്രമാണെന്നും കുടുംബം അറിയിച്ചു. മുസ്ലിം വിവാദ പരാമർശ കേസിൽ PC ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അനുവദിച്ചു. PC ജോർജ് മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്നും ശ്രദ്ധ പുലർത്തണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ഇനി പരിഗണിക്കുന്നവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഹർജിയിൽ പോലീസിനോട് കോടതി വിശദീകരണം തേടി. ഇക്കഴിഞ്ഞ ജനുവരി 6 ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. ഇലപ്പുള്ളിയിലെ ബ്രൂവറിക്കായി OSS കമ്പനി നൽകിയ ഭൂമിതരം മാറ്റ അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളി. പാലക്കാട് RDO ആണ് അപേക്ഷ തള്ളിയത്. ഇലപ്പുള്ളിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷ അനുവദിക്കാൻ കഴിയില്ലെന്നും ഭൂമിയിൽ നിർമ്മാണം അനുവദിക്കില്ലെന്നും കൃഷി ചെയ്യണം എന്നും RDO പറഞ്ഞു. വഴി തടസ്സപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ സംഘടിപ്പിച്ചുള്ള കോടതി അലക്ഷ്യ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫെബ്രുവരി 12 നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPM സമ്മേളനം സംഘടിപ്പിച്ചാണ് MV ഗോവിന്ദൻ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI. ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത CBI അമ്മയെ 2ാം പ്രതിയും അച്ഛനെ 3ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു CBIയുടെ അന്വേഷണം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തതിലാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സമാഹരിച്ച പണത്തിൽ നിന്ന് 2 കോടി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് നൽകിയെന്നും അനന്തു മൊഴി നൽകി. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഇക്കാര്യം വ്യക്തമായെന്നും പോലീസ് അറിയിച്ചു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ കൈമാറിയ തെളിവുകളും കിട്ടിയെന്ന് പോലീസ് അറിയിച്ചു. 450 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നാണ് നിലവിലെ നിഗമനം. പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പ് അടക്കമുള്ള നൽകുമെന്ന തരത്തിൽ നടത്തിയ തട്ടിപ്പിൽ ഭാഗവാക്കായ അക്ഷയ കേന്ദ്രങ്ങളുടെ അനുമതി റദ്ദാക്കണമെന്ന് ഇന്ത്യൻ TTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് യൂണിയൻ. തട്ടിപ്പ് കമ്പനികൾക്ക് പണം കൈമാറിയിട്ടുള്ളത് ഏതാനും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. അതിനാൽ അത്തരം അക്ഷയ കേന്ദ്രങ്ങൾ ലൈസൻസ് റദ്ദാക്കി ഇതിന്റെ ഉടമകൾക്ക് എതിരെ നടപടി എടുക്കണമെന്നും സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പകുതി വില തട്ടിപ്പിൽ നജീബ് കാന്തപുരം MLAക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. പൂലാന്തമോൾ സ്വദേശിനി അനുഭവയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വഞ്ചനാക്കുറ്റത്തുള്ള വകുപ്പുകളാണ് MLAക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് നിരാശയാണ് സമ്മാനിച്ചെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വ്യാപകമാക്കി അതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലൂടെ സ്വയം പര്യാപ്തത എത്തുകയാണ് സംസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാൽ MLAയെ തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി എന്ന MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ 7 പേർ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഡ്രൈവിംഗിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ യൂണിറ്റിലെ ഡ്രൈവറായ H. സിയാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ബാലരാമപുരത്തെ 2 വയസ്സുകാരുടെ കൊലപാതകവുമായി കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീങ്ങുന്നില്ല. സാമ്പത്തിക തട്ടിൽ പ്രതിയായ കുട്ടിയുടെ അമ്മ ശ്രീതു ദേവസ്വം ബോർഡ് കീഴിൽ ജോലി ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പോലീസിനെ രേഖാമൂലം അറിയിച്ചു.
ഭാസ്കര കാർണവർ വധക്കേസിലെ 1-ാം പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് VIP പരിഗണനയായിരുന്നുവെന്ന് സുനിത പറഞ്ഞു. ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പും സെറ്റ് വരെ ലഭിച്ചിരുന്നുവെന്നും സുനിത പറഞ്ഞു. ഷെറിന് VIP പരിഗണന നൽകിയത് അന്ന് ജയിൽ DIG പ്രദീപാണെന്നും പല ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗം ഷെറിന് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരായിരുന്ന സുനിതയുടെ ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് എത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച രാജസ്ഥാൻ സ്വദേശിയായ 3 വയസ്സുകാരൻ റിദാൻ രാജു ആശുപത്രി എത്തിച്ചെങ്കിലും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. ഡൊമസ്റ്റിക് ആഗമന ടെർമിനലിനടുത്ത് വെച്ച് ഇന്നലെ ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നതാണ് സിയാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. വൃക്കരോഗബാധിതരായ ഇരട്ട കുട്ടികളെ അമ്മയും വീട് പൂട്ടി പുറത്താക്കി അച്ഛൻ. തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൂലിലാണ് സംഭവം. 5 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ അമ്മയുമാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത് റോബിനെതിരെ കുഞ്ഞുങ്ങളുടെ അമ്മയായ നീതു മുൻപ് ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി മണപ്പാറയിലെ സ്വകാര്യ സ്കൂളിൽ 4-ാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം സംഭവത്തിലെ സ്കൂളിലെ പ്രധാന അധ്യാപകയുടെ ഭർത്താവടക്കം 4 പ്രതികൾ പിടിയിലായി. തമിഴ്നാട്ടിലെ സ്ത്രീകളും കുട്ടികളും തുടർച്ചയായി ആക്രമിക്കണമെന്ന് പ്രതികരിച്ച് AIADM ജനറൽ സെക്രട്ടറി മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാട് പളനിസ്വാമി DMKയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റാഗിംഗ് തടയുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയ മെഡിക്കൽ കോളേജുകൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നോട്ടീസ് നൽകിയ 18 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയും UGC പുറത്തിറക്കി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങും. 11 മണിയുടെ ചിത്രം വ്യക്തമാവുന്നതാണ് പ്രതീക്ഷ. ആകെ 70 മണ്ഡലങ്ങളായി 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനം നൽകിയ ആത്മവിശ്വാസത്തിലാണ് BJP. AAP സ്ഥാനാർത്ഥികളെ BJP വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന. മഹാകുംഭമേളയിൽ വിദേശികളായ സന്ദർശകർ ഇതുവരെ 16-ഓളം സുവനീറുകളും ചെടികളും പ്രസാദമായി വിതരണം ചെയ്തതായി UP സർക്കാർ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നു ആരോപണവുമായി ഉയർത്തി രാഹുൽ ഗാന്ധി. ആകെ വോട്ടർമാരുടെ എണ്ണം 9.5 കോടിയാണെന്നിരിക്കെ 9.7 കോടി പേർ വോട്ട് ചെയ്തെന്നാണ് കണക്കെന്ന് വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അമേരിക്കയിൽ കഴിയുന്ന 457 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂടി തിരിച്ചറിഞ്ഞതായും ഇവരെ ഉടൻ ഇന്ത്യയിലേക്ക് അയക്കുമെന്നും US അധികൃതർ അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ഇന്ത്യക്കാരുടെ നാടുകടത്തെ ന്യായീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നാൽ തിരിച്ചയക്കുന്നവരോടും മോശം പെരുമാറ്റം പാടില്ലെന്ന് അമേരിക്ക അറിയിക്കുമെന്നും സൈനിക വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് നിലവിലെ ചട്ടപ്രകാരമാണെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമല്ലായിരുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ പ്രതികരണം. കഴിഞ്ഞ 15 വർഷത്തിനിടെ അമേരിക്കയിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുടെ കണക്ക് പുറത്തുവിട്ട് വിദേശകാര്യമന്ത്രി S ജയശങ്കർ US ആദ്യമായല്ല ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2009 മുതൽ 15,756 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തിയതായും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. ആർഭാടങ്ങളില്ലാതെ മകൻ വിവാഹം നടത്തി ഗൗതം അദാനി. അതേസമയം മകൻ ജീത് അദാനി വിവാഹത്തോടനുബന്ധിച്ച് 10,000 കോടി രൂപ സാമൂഹ്യ സേവനത്തായി മാറ്റിവെച്ചിരിക്കുകയാണ് ശതകോടീശ്വരൻ ഗൗതം അദാനി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.